കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചതിൽ പ്രതിഷേധമുണ്ട്. ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ആംബുലൻസിന്റെ വഴി തടസ്സപ്പെടുത്തിയതിനും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിനുമാണ് കേസ്. ബിന്ദുവിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഇറക്കുമ്പോൾ പ്രതിഷേധിച്ചിരുന്നു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്കും ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു. കണ്ടാലറിയാവുന്ന 30ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രതികരണം ഒന്ന് കേൾക്കാം. ഇതാണ് ചാണ്ടിയുമ്മൻ ആംബുലൻസ് തടഞ്ഞ ദൃശ്യങ്ങൾ. ഈ ആംബുലൻസ് തടഞ്ഞതിനും ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് ചാണ്ടിയുമ്മനെതിരെ കേസെടുത്തിരിക്കുന്നത്. മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസാണ്, ബിന്ദുവിന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസാണ് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ ഈ സംഘം തടഞ്ഞത്. അവിടെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ആംബുലൻസ് തടഞ്ഞത് എന്നാണ് ചാണ്ടിയുമ്മൻ പിന്നീട് നമ്മളോട് പറഞ്ഞത്. അലി ബഷയുണ്ട്. അലി ബഷ, ഈ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്തും നേരിയ തോതിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി. എന്തായിരുന്നു ചാണ്ടിയുമ്മൻ ശ്രമിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു ആംബുലൻസ് തടഞ്ഞത്? അരുൺകുമാർ, ഇന്നീ സംഭവം ഉണ്ടായ ശേഷം ബിന്ദു ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലുണ്ട് എന്ന് കണ്ടെത്തിയ ഘട്ടം മുതൽ തന്നെ ഒരു പ്രതിഷേധങ്ങളുടെ കളമായി അരങ്ങായി മാറിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറിയിരുന്നു. ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധവുമായി എത്തിയത്. സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കി. അതിനുശേഷം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കണ്ടു, BJPയുടെ, SDP-യുടെ, അങ്ങനെ നിരവധിയായ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അരങ്ങായി എന്നുള്ളതാണ്. വൈകിട്ടോടുകൂടി ഈ ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആംബുലൻസിലേക്ക് കയറ്റുന്ന ഘട്ടത്തിലാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം. മൃതദേഹം കയറ്റി വീട്ടിലേക്ക് ബിന്ദുവിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത ആംബുലൻസിന് മുന്നിൽ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഈ ആംബുലൻസിന്റെ വഴി തടസ്സപ്പെടുത്തി. പിന്നീട് പ്രവർത്തകർക്കിടയിലൂടെ പോലീസിന്റെ സംരക്ഷണയിൽ പ്രവർത്തകരെ മാറ്റിയാണ് ആംബുലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ദൃശ്യങ്ങളൊക്കെ തത്സമയം നമ്മൾ കണ്ടതുമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ 30-ലധികം പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഗാന്ധിനഗർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ആംബുലൻസ് തടസ്സപ്പെടുത്തിയ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെ, ഈ പ്രാദേശിക നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഇയാളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ ഒരു പന്തം കൊളുത്തി പ്രതിഷേധവും ഉപരോധവും ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് ഒന്നാം പ്രതിയായി ചാണ്ടിയുമ്മനെയും കണ്ടാലറിയാവുന്ന 30ഓളം പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.